Friends, welcome to my new video. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 സയൻസിൻ്റെ ബോഡി മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്ന ലെസൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അത് കണ്ട ശേഷം നിങ്ങളിത് കാണുക കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ ഈ ലെസണിൽ പഠിച്ച എന്താണ്, ജോയിൻസിനെ കുറിച്ചാണ്, ബോൺസിനെ കുറിച്ചല്ലേ. അപ്പോൾ ആ പലതരത്തിലുള്ള ജോയിൻസിനെ കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചു. ബോണുകളുടെ പ്രത്യേകതയെക്കുറിച്ച് പഠിച്ചു, ജോയിൻസുകളുടെ പ്രത്യേകതയെക്കുറിച്ച് പഠിച്ചു അല്ലേ. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു പിക്ചറിൽ ഒരു സ്കള്ളാണ് തന്നിരിക്കുന്നത്. ആ സ്കള്ളിൻ്റെ പ്രത്യേകത എന്താണ്, അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ജോയിൻസ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ജോയിൻസ് ആണ് അല്ലേ. പിന്നെന്താണ്, അവിടെ ആ സ്കള്ളിൻ്റെ ഭാഗത്ത് ലോവർ ജോ മാത്രമാണ് നമുക്കൊന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്ന ജോയിൻസ് ആണ്. സ്കെൽട്ടൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമുക്ക് നമ്മുടെ ബോഡിയുടെ ഫ്രെയിം വർക്ക് എന്ന് പറയാം. അതാണ് സ്കെൽട്ടൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ സ്കള്ള് ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കുന്ന നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവയവമാണ് ബ്രെയിൻ. ബ്രെയിൻ ഈ സ്കള്ളിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ സോഫ്റ്റായിട്ടുള്ള ഇൻറ്റേർണൽ ഓർഗൻസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇതുപോലെ ബോൺസിൻ്റെ ഒരു കവചമുണ്ടായിരിക്കും. നമ്മൾ ലങ്സിനെ കുറിച്ചും പിന്നെ ഹാർട്ടിനെ കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ റിബ് കേജിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. എന്ന് പറഞ്ഞ പോലെ ബ്രെയിനിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ് സ്കള്ള്. ആ സ്കള്ളാണ് ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. Some additional parts of the skeleton that are not as hard as the bones are which can be bent. These are called cartilage. ഇനി എന്താണ് കാർട്ടിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കാർട്ടിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണിൻ്റെ കൂട്ട അല്ല, അത്രയും ഹാർഡല്ല, എന്നാൽ തീരെ സോഫ്റ്റായിട്ടുള്ള ഭാഗവുമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് നമുക്ക് ബെൻഡ് ചെയ്യാനൊക്കെ പറ്റും. ഇത്തരം സാധനമാണ് നമ്മൾ കാർട്ടിലേജ് എന്ന് പറയുന്നത്. നമ്മുടെ ചെവി നോക്കിയ ചെവിയുടെ ഏറ്റവും മുകൾ ഭാഗം, അതായത് അപ്പർ പാർട്ട് ഓഫ് ദി ഇയർ ലോബ്, നമ്മുടെ ചെവിയുടെ ഏറ്റവും താഴ്ഭാഗവും നിങ്ങൾക്ക് ടച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും തമ്മിലുള്ള വ്യത്യാസം. ഇയർ ലോബ് എന്ന് പറയുന്നത് അപ്പർ ഇയർ എന്ന് പറയുന്ന ഭാഗത്തിന് ഇച്ചിരി എന്തോ ഒരു ബോൺ പോലെ ഒരു ഭാഗമുണ്ട് അല്ലേ. നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ അറിയും. അത്തരം ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കാർട്ടിലേജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ ഈ കാർട്ടിലേജ് എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് നമ്മുടെ ജോയിൻസിൽ കാണപ്പെടുന്ന ഒരു ഭാഗം തന്നെയാണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. We have seen that our skeleton is made up of many bones, joints and cartilage. നമ്മുടെ skeleton എന്ന് പറഞ്ഞാൽ ബോണും ജോയിൻസും കാർട്ടിലേജും കൂടെ ചേരുന്നതാണ്. You could feel bend and move many of them. ഇതിൽ പലതും നമുക്ക് ബെൻഡ് ചെയ്യുകയും, നമുക്കറിയാമല്ലോ ബോൺ ഇടഭാഗം, അതായത് ബോൺ നമുക്ക് വളയ്ക്കാൻ പറ്റത്തില്ല, പക്ഷേ ജോയിൻറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് വളയ്ക്കാൻ പറ്റും. വളരെ നീറ്റായിട്ടുള്ള ഒരു സ്കെൽറ്റൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ ഇവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നോട്ട്ബുക്കിൽ, നിങ്ങൾ വരയ്ക്കണേ. We have learned about the bones in our body and about joints that help us move in different ways. What make the bone move the way they do? Let us find out. ഇനി ഈ ബോൺ മൂവ് ചെയ്യാൻ എന്താണ് സഹായിക്കുന്നത്? അങ്ങനെ സഹായിക്കുന്ന ഭാഗത്തിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. അതായത് നമ്മൾക്ക് എൽബോ ബെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഷോൾഡർ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫിംഗേഴ്സ് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താണ് ഇതിന് ഈ ബോണിനെ മൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്? ദിസ് ഈസ് മസിൽ. ഇതിനെന്താ നമ്മൾ പറയുന്നത്? മസിൽ എന്നാണ് പറയുന്നത്. ദ മസിൽ bulge due to the contraction that it becomes smaller in length. Now being your arm back to the normal position, what happened to this muscle? Is it still contracted? നോക്കി, ഇതിപ്പോൾ ഒരു മസിലിൻ്റെ പിക്ചറാണിത്. നമ്മുടെ കൈ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി ഫിസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൈ മടക്കി പിടിക്കുന്നതിനാണ് പറയുന്നത് ഫിസ്റ്റ് എന്ന്. ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മസിലിൻ്റെ ഈ ഭാഗം ഇങ്ങനെ വേർത്ത് വരുന്നതാണ്, ബൾജ് ചെയ്ത് വരാം. ഈ ബൾജ് ചെയ്ത് വരുമ്പോൾ നോക്കി നമുക്ക് രണ്ട് മസിൽസും കാണാൻ പറ്റുന്നുണ്ട് റെഡ് കളറിൽ. അതിൽ ഒരെണ്ണം നോക്കി അതിൻ്റെ നീളം കുറവാണ്, മറ്റേതിന് നീളം കൂടുതലാണ്. അടുത്തത് അത് റിലാക്സ് ചെയ്യുമ്പോൾ നോക്കി അത് ഈ തന്നിരിക്കുന്ന, അതായത് ഷോർട്ടനായ മസിൽ എന്ത് ചെയ്യും, ലെങ്തനാവും, മറ്റേത് ഷോർട്ടാവും.
ദെൻ മീൻസ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? മസിൽസ് വർക്ക് ഇൻ പെയർസ്. വെൻ one of them contract, the bone is pulled in that direction. The other muscle of the pair relaxes to move the bone in the opposite direction. The relaxed muscle contracts to pull the bone towards its original position. While the first relaxes, a muscle can only pull, it cannot push. Thus, two muscles have to work together to move a bone. ഒരു എല്ലിനെ ഒരു ബോണിനെ മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ എന്താണ്? ഒരു പെയർ ഓഫ് മസിൽ എന്ന് വെച്ചാൽ രണ്ട് മസിൽസ് വേണം. ഇപ്പം ഈ ഡിറക്ഷനിൽ ഈ കൈ നമ്മൾ ഈ ഡിറക്ഷനിൽ മടക്കിയപ്പോൾ ഇതിൽ ആ ഒരു മസിൽ ഷോർട്ടൻ ആവും, അടുത്തത് നീളം കൂടിയിരിക്കും. ഇതിനെ റിലാക്സ് ചെയ്യുമ്പോൾ, ഇത് റിലാക്സ് ആകുമ്പോൾ, ഇതിനെ നമ്മൾ പഴയ പൊസിഷനിൽ കൊണ്ടുവരുമ്പോൾ ഈ ആദ്യത്തെ മസിൽ എന്ത് ചെയ്യും? അത് റിലാക്സ്ഡ് ആവുകയും അതിന് രണ്ടാമത്തേത് എന്ത് ചെയ്യുന്നു? കോൺട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം എപ്പോഴും ഇങ്ങനെ രണ്ട് മസിൽസ് ചേർന്നാണ് ബോണിനെ മൂവ് ചെയ്യുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എ മസിൽ ക്യാൻ ഒൺലി പുൾ, ഇറ്റ് കനോട്ട് പുഷ്. ഒരിക്കലും ഒരു എന്താ പറയുന്നത് മസിലിനെ പുഷ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്താണ് ചെയ്യുന്നത്? അത് പുള്ള് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പലതരത്തിലുള്ള ആനിമൽസിൻ്റെ മൂവ്മെൻറ്റ്സ്, ഗേറ്റ് ഓഫ് ആനിമൽസ്, ഗേറ്റ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ്സ് ഓഫ് ആനിമൽസ്. ആദ്യമായിട്ട് നമ്മൾ എർത്ത് വേമിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ എർത്ത് വേമിനെ കണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ ഗാർഡനിലൊക്കെ എർത്ത് വേം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ മണ്ണിലൂടെ നടക്കുന്ന എർത്ത് വേമിനെ നല്ല സ്ലിപ്പറി ആയിട്ടുള്ള ഒരു ഗ്ലാസ് പ്ലേറ്റിലോ എന്തിലേലും വെച്ച് നോക്കാം. ഇതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെ ഉണ്ടാകുക? സാധാരണ എർത്ത് വേം എങ്ങനെയാണ് മണ്ണിലൂടെ നടക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു ഫിൽറ്റർ പേപ്പറോ അങ്ങനെ പരപരത്തെ എന്തെങ്കിലും ഒരു സാധനത്തിന് മുകളിൽ എർത്ത് വേമിനെ എടുത്ത് വെക്കുക. പിന്നെ ഒരു ഗ്ലാസ് പ്ലേറ്റിലും ഏതിലൂടെ ആയിരിക്കും അത് സ്മൂത്തായിട്ട് നടക്കുന്നത്? ഫിൽറ്റർ പേപ്പറിലൂടെ, അതായത് ഇച്ചിരി പരപരത്ത തലത്തിലൂടെ ആയിരിക്കും അത് വേഗത്തിൽ നടക്കുന്നത്. അപ്പോൾ സ്ലിപ്പറി ആയിട്ടുള്ള ഗ്ലാസ് പ്ലേറ്റിലൂടെ അത് അത്ര വേഗത്തിൽ നടന്നു പോകാൻ അതിന് കഴിയുന്നില്ല. അതെന്താണ് കാരണം എന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പറഞ്ഞു, ദ ബോഡി ഓഫ് ആൻ എർത്ത് വേം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി റിങ്സ് ജോയിൻഡ് എൻഡ് ടു എൻഡ്. ഇത് ധാരാളം, നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ അറിയാം, എർത്ത് വേമിനെ കണ്ടാൽ അറിയാം, ഒരുപാട് റിങ്സ് എന്ന് പറഞ്ഞാൽ വളയങ്ങൾ, ഇങ്ങനെ വളയങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന പോലെയാണ് അതിൻ്റെ ബോഡി എന്ന് പറയുന്നത്. ആൻഡ് എർത്ത് വേം ഡസ് നോട്ട് ഹാവ് ബോൺസ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? എർത്ത് വേമിന് ബോൺസ് ഇല്ല. ഇറ്റ് ഹാസ് മസിൽസ് വിച്ച് ഹെൽപ് ടു എക്സ്റ്റെൻഡ് ആൻഡ് shorten the body. During movement, the earthworm first extends the front part of the body, keeping the rear portion fixed to the ground. Then it fixes the front end and releases the rear end. It then shortens the body and pulls the rear end forward. This makes it move forward by a small distance. നോക്കി, ഇവർ ചെയ്യുന്നത്, എർത്ത് വേം ചെയ്യുന്നത് അതിൻ്റെ ഫ്രണ്ട് ഭാഗം, അതായത് ഫ്രണ്ട് ഭാഗം അങ്ങോട്ട് ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ ഇതിൻ്റെ ബാക്ക് സൈഡ്, റിയർ എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡ് എന്ത് ചെയ്യും? അതിങ്ങനെ ഇങ്ങനെ വലിച്ച് കോൺട്രാക്റ്റ് ചെയ്യും, അതായത് ഷോർട്ടൻ ചെയ്യും, അതിൻ്റെ നീളം കുറയ്ക്കും. അപ്പോൾ ഇത് ഇങ്ങോട്ട് നീങ്ങും. ഈ റിയർ എൻഡ് എന്ത് ചെയ്യും? ലേശം ഇങ്ങോട്ട് നീങ്ങും. അതിനുശേഷം എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? കീപ്പിംഗ് ദ റിയർ പോർഷൻ ഫിക്സ് ടു ദ ഗ്രൗണ്ട്. എന്നിട്ട് ഈ ഇങ്ങോട്ട് നീങ്ങിയ പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ബാക്ക് ഭാഗം അതവിടെ ഫിക്സ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ത് ചെയ്യും? ഇച്ചിരി മുന്നോട്ട് നീക്കും. ഫ്രണ്ട് റിലീസ് ചെയ്ത് ഇച്ചിരി മുന്നോട്ട് നീക്കും. ഇങ്ങനെ ഇതെന്ത് ചെയ്യും? It fixes the front and releases the rear end. Then it shortens the body and pulls the rear end forward. എന്നിട്ട് എന്ത് ചെയ്യും? വീണ്ടും ഇതുപോലെ ഫ്രണ്ട് നല്ലപോലെ ഫിക്സ് ചെയ്തിട്ട് പുറവശം മുന്നോട്ട് വലിക്കും. അങ്ങനെ ഇങ്ങനെ അതിൻ്റെ ഫ്രണ്ടും ബാക്കും തമ്മിൽ ഷോർട്ടൺ ചെയ്തും ലെങ്ത് കൂട്ടിയും ലെങ്ത് കുറച്ചുമാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ബോൺസ് ഇല്ലല്ലോ, അപ്പോൾ ഈ മസിൽസാണ് ഇതിങ്ങനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. റിങ്സ് ആണ് കേട്ടോ, റിങ്ങായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. Repeating such muscle expansions and contractions, the earthworm can move through the soil. Its body secretes a slimy substance to help the movement. ഒരു സ്ലിമി സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു തെന്നി പോകുന്ന പോലെയുള്ള ഒരു ഭാഗം ഉണ്ടാവും.
അതിൻ്റെ അതായത് സെക്രേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു പശ പോലെ ഒരു സാധനം അതിൻ്റെ ശരീരത്തു നിന്ന് വരുന്നുണ്ട്. അതുമാണ് ഇത് മൂവ് ചെയ്യാൻ ഏറ്റവും അധികം സഹായിക്കുന്നത്. How does it fix part of a body to the ground? Under the body it has large number of tiny bristles. Bristles എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പുഴുവിനെയൊക്കെ കണ്ടില്ല, അതാണ് ഏറ്റവും എളുപ്പം, അതായത് അട്ട ഇതിനെയൊക്കെ അതിൻ്റെ ശരീരത്തിൻ്റെ നമ്മൾ കാലുകളെന്ന് പറയുന്ന ഭാഗം അത് ബ്രിസിൽസ് ആണ്. ഇത് ഹെയർ പോലത്തെ ഭാഗം പ്രൊജക്റ്റിംഗ് ഔട്ട്, ഇത് പുറത്തേക്ക് തള്ളിപ്പോണ്ട്. ദ ബ്രിസിൽസ് ആർ കണക്റ്റഡ് വിത്ത് മസിൽസ്. ദ ബ്രിസിൽസ് ഹെൽപ്പ് ടു ഗെറ്റ് എ ഗുഡ് ഗ്രിപ്പ് ഓൺ ദ ഗ്രൗണ്ട്. ഈ ബ്രിസിൽസ് ഉള്ളതുകൊണ്ട് ഗ്രൗണ്ടിലേക്ക് ഇത് നല്ലതായിട്ട് പിടിച്ച് നിൽക്കും, ഗ്രിപ്പ് കിട്ടും. മൂവ് ചെയ്യണമെങ്കിൽ ഗ്രിപ്പ് വേണമല്ലോ. അങ്ങനെ മൂവ് ചെയ്യുമ്പം നമ്മൾ ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഷൂസിൻ്റെയൊക്കെ അടിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, കട്ടയായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ചപ്പലിൻ്റെ ഇടയിൽ ഇങ്ങനെ കട്ടയായിട്ടൊക്കെ എന്താ നമ്മൾ തെന്നി വീഴാതിരിക്കുന്ന, സ്മൂത്തായിട്ട് ചെരുപ്പിൻ്റെ അടിവശം വെച്ചാൽ എന്താ എളുപ്പം, നമ്മൾ തെന്നി വീഴും. അപ്പം അങ്ങനെ കട്ടയായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രിപ്പ് കിട്ടും, പിടിച്ച് നിൽക്കാൻ പറ്റും, നടക്കുമ്പോൾ തെന്നിയൊന്നും വീഴാതെ. The earthworm actually eats its way through the soil. Its body then throws away the undigested part of the material that it eats. This activity of an earthworm makes the soil most useful for plants. ഇത് ഈ മൂവ് ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ ഇത് സോയിൽ കഴിക്കുകയും ചെയ്യും. കഴിക്കുന്നതിനിടയ്ക്ക് ഇതിന് ശരീരത്തിൽ ബാക്കി വരുന്ന അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടല്ലോ, അതിങ്ങനെ വെളിയിലേക്ക് സെക്രേറ്റ് ചെയ്യും, വെളിയിലേക്ക് തള്ളിക്കളയുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ എർത്ത് പറഞ്ഞിട്ടില്ലേ, ഈ എർത്ത് എന്ന് പറയുന്നത് മണ്ണിര കർഷകൻ്റെ മിത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും നല്ല കൃഷിക്ക് എർത്ത് ഉള്ളതാണ് നല്ലത്. അപ്പോൾ അതെന്താണ് കാര്യം, ഈ അൺഡൈജസ്റ്റഡ് ഫുഡ് എന്ത് ചെയ്യുന്നു, ഇത് മണ്ണിലേക്ക് തന്നെ വിട്ട് അതൊരു വളമായിട്ട് മാറുന്നുണ്ട് പ്ലാന്റ്സിന്. ഇനി നമ്മൾ സ്നെയിലിനെ കുറിച്ചാണ് പറയുന്നത്, അതായത് ഒച്ച്. ഒബ്സർവ് എ സ്നെയിൽ ഇൻ യുവർ ഗാർഡൻ ഇൻ ദ ഫീൽഡ്. ഹാവ് യു സീൻ ദ റൗണ്ടഡ് സ്ട്രക്ചർ ഇറ്റ് ക്യാരീസ് ഓൺ ദ ബാക്ക്? അതായത് ഈ ഭാഗത്തിനെ കുറിച്ചാണ് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് ദ ഷെൽ ആൻഡ് ഇറ്റ് ഈസ് ദ ഔട്ടർ സ്കെൽട്ടൺ ഓഫ് ദ സ്നെയിൽ, but is not made of bones. The shell is a single unit and does not help the moving from place to place. It has been dragged along. ഇത് ഈ സ്നെയിലിന് ഇതുപോലെയുള്ള ഇതുണ്ട്, കൂടുണ്ട്, ഷെൽട്ടറുണ്ട്, ഷെല്ല്. ഇതിനകത്തേക്ക് ഇത് വലിഞ്ഞു കയറിയിരിക്കും. അത് നമ്മളൊരു ഇങ്ങനെ ഒരു സ്പൈറൽ ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കും ഇതിനകത്ത്. എന്നാൽ ഈ സ്നെയിലിന് ഈ ഷെല്ലുണ്ടല്ലോ, ഇത് ബോൺ കൊണ്ടൊന്നും ഉണ്ടാക്കിയല്ല, അതൊരു സിംഗിൾ യൂണിറ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്നെയിൽ ചെയ്യുന്നത് ഇത് പോകുന്നിടത്തല്ലേ ഈ സിംഗിൾ യൂണിറ്റായിട്ടുള്ള ഈ ഷെല്ലിനെ വലിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. പ്ലേസ് എ സ്നെയിൽ ഓൺ ദ ഗ്ലാസ് പ്ലേറ്റ് ആൻഡ് വാച്ച് ഇറ്റ്. വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് മൂവിങ് കെയർഫുള്ളി ലിഫ്റ്റ് ദ ഗ്ലാസ് പ്ലേറ്റ് എലോങ് വിത്ത് ദ സ്നെയിൽ ഓവർ യുവർ ഹെഡ്. ഒബ്സർവ് ദ മൂവ്മെൻറ്റ് ഫ്രം ബീനീത്ത്. അതായത് നിങ്ങൾ ഇതുപോലൊരു ഗ്ലാസ് പ്ലേറ്റിൽ വെച്ചിട്ട് സ്നെയിലിനെ വെച്ചിട്ട് ഇതിനടിയിൽ കൂടെ നോക്കാനാണ് പറയുന്നത്. ഈ ഗ്ലാസ് പ്ലേറ്റിന് അടിയിൽ, ഇത് പൊക്കി, ഈ ഗ്ലാസ് പ്ലേറ്റ് പൊക്കി നമ്മുടെ തലയ്ക്ക് മുകളിൽ പിടിച്ചിട്ട് ഒന്ന് നോക്കാൻ പറയുകയാണേ. എ തിക്ക് സ്ട്രക്ചർ ആൻഡ് ദ ഹെഡ് ഓഫ് ദ സ്നെയിൽ മേ കം ഔട്ട് ഓഫ് ആൻ ഓപ്പണിംഗ് ഇൻ ദ ഷെൽ. അതായത് നിങ്ങൾ നോക്കുമ്പോൾ ആ ഷെല്ലിനകത്ത് ഒരു ദ്വാരമുണ്ട്, ആ ദ്വാരത്തിലൂടെയാണ് ഇതിൻ്റെ ശരീരം മൊത്തം വെളിയിലേക്ക് വരുന്നത്. തിരിച്ചത് ആ ഷെല്ലിലേക്ക് തന്നെ ആ ദ്വാരത്തിലൂടെയാണ് കയറുന്നത്. The thick structure is its food, made of strong muscles. Now carefully tip the glass plate. The wavy motion of the food can be seen. The movement of the snail slow or fast as compared to an earthworm. ഒരു എർത്ത് അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്നെയിലിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, അത് എർത്ത് കുറച്ചുകൂടെ പതിയാണ് സഞ്ചരിക്കുന്നത് അല്ലേ, വളരെ പതിയാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയണം ഒച്ച എഴുതുന്ന പോലെ പോകുന്നു അല്ലേ. അപ്പോൾ ഒച്ച എന്ന് പറഞ്ഞാൽ സ്നെയിൽ എന്ന് പറഞ്ഞാൽ എന്താ ഒച്ച്. അപ്പോൾ ഒച്ചിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇഴഞ്ഞിഴഞ്ഞാണ്, അത് വളരെ പതിയാണ് പോകുന്നത്. ഇനി അടുത്ത കോക്രോച്ച്, പാറ്റ. ഒബ്സർവ് ആൻഡ് കോക്രോച്ച്. Cockroaches walk and climb as well as fly in the air. കോക്രോച്ചസിന് നടക്കാൻ പറ്റും, ക്ലൈംബ് ചെയ്യാൻ പറ്റും, പറക്കാൻ പറ്റും. They have 3 pairs of legs and they help in walking. 3 പെയർ ലെഗ്സ്, 3 പെയർ എന്ന് പറയുമ്പോൾ 6 ലെഗ്സ്.
അത് നടക്കാൻ എന്നെ സഹായിക്കുന്നു. ദ ബോഡി ഈസ് കവേർഡ് വിത്ത് ഹാർഡ് ഔട്ടർ സ്കെൽറ്റൺ. അതിൻ്റെ ശരീരത്തിന് പുറത്ത് നല്ല ഹാർഡായിട്ടുള്ള ഒരു ഔട്ടർ സ്കെൽറ്റൻ ഉണ്ട്. ദിസ് ഔട്ടർ സ്കെൽറ്റൻ ഈസ് മെയ്ഡ് ഓഫ് നമ്പർ ഓഫ് പ്ലേറ്റ്സ് ജോയിൻ ടുഗദർ ആൻഡ് ദാറ്റ് പെർമിറ്റ്സ് മൂവ്മെൻറ്റ്. കുറേ പ്ലേറ്റ്സുകൾ അടുക്കി വെച്ചിരിക്കുന്ന പോലാണ് ഇതിൻ്റെ ശരീരത്തിന് പുറംചട്ട ഉള്ളത്. There are 2 pairs of wings attached to the body behind the head. ഹെഡിന് പിന്നിലായിട്ട് 2 വിങ്സും ഉണ്ട്. The cockroaches have distinct muscles. They near the legs move the legs for walking. The body muscles move the wings that cockroach flies. ഇനി മസിൽസിൻ്റെ പ്രത്യേകതയാണ്. അതിന് ഡിസ്റ്റിങ്ക്റ്റ് മസിലാണെന്ന് പറഞ്ഞില്ലേ. അതായത് ലെഗിനടുത്തുള്ള മസിൽസിൻ്റെ പ്രത്യേകതരാണ് അത് വോക്ക് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ബോഡി മസിൽസ് എന്താണ്? വിങ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതായത് കോക്രോച്ചിൻ്റെ വിങ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് ഫ്ലൈ ചെയ്യാൻ സഹായിക്കുന്നു. ബേർഡ്സ് ഫ്ലൈ ഇൻ ദ എയർ ആൻഡ് വോക്ക് ഇൻ ദ. ഇനി അടുത്ത് നമ്മൾ ബേർഡ്സിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. Some birds like ducks and swans also swim in the water. The birds can fly because their bodies as well as suited for flying. ചില ബേർഡ്സ് നീന്തുന്നുണ്ട് അല്ലേ, എന്നാൽ മിക്കവാറും ബേർഡ്സ് എല്ലാം നന്നായി പറക്കുന്നതാണ്, ചിലത് പറക്കാത്തതും ഉണ്ട്. Their bones are hollow and light. The bones of the hind limbs are typical for walking and perching. നമ്മൾ നോക്കി എപ്പോഴും ബേർഡ്സ് ഫ്ലൈ ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ ഒരു ആകൃതിയിൽ ബേർഡ്സ് ഫ്ലൈ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും അല്ലേ. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ഇങ്ങനെ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. നോക്കിയേ, ഇത് എയർ ആണല്ലേ. എയറിനെ ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഇങ്ങനെ ഒരു നമ്മൾ എയറോപ്ലെയിൻ്റെ ഒക്കെ ഷേപ്പ് കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഒരു ഷേപ്പിൽ പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ സാധാരണ ബേർഡ്സ് പറക്കുന്നത്. ഇനി ഇവരുടെ ബോഡി, ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലത്തെ കാലുകളെന്ന് പറയുന്നത് അത് ചിറകുകളായിട്ടാണ് മാറുന്നത്. അതായത് നമ്മൾ 2 കൈകളില്ലേ, നമുക്ക് 2 കൈകളുണ്ട്, അത് അവർക്ക് ചിറകുകളായിട്ടാണ് മാറിയിരിക്കുന്നത്. Bony part of the 4 limbs are modified as wings. The shoulder bones are strong. The breast bones are modified to hold the muscles to fly, which are used to move the wings up and down. ഇതിൻ്റെ മസിൽസിനൊക്കെ പ്രത്യേകതയുണ്ട്. ബ്രസ്റ്റിൻ്റെ ബോൺസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന മസിൽസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഈ ചിറകുകളുണ്ടല്ലോ, അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട്, അതായത് ഫ്ലാപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന പോലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അടുത്ത ഫിഷിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളൊരു പേപ്പർ ബോട്ട് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, എന്നിട്ട് ഇതുപോലെ വെള്ളത്തിലേക്ക് ഇടുന്നു, എന്നിട്ട് നീങ്ങാൻ നീക്കുക നിങ്ങളെ. Now hold the boat sideways and push it into the water from the broadside. Are you able to make the boat move on the water? നോക്കി, ഇത് 2 രീതിയിൽ ബോട്ട്സിനെ, ഒരു ബോട്ട് 2 രീതിയിൽ ബോട്ട് ഉണ്ടാക്കിയത് ഒരു രീതിയിലാണ്, പക്ഷെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുന്ന 2 രീതിയിൽ. ഏത് രീതിയിലാണ് നമുക്ക് ബോട്ടിനെ ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകുന്നത്? അതായത് ഈ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ്, ഇങ്ങനെ തള്ളി പോകുമ്പോഴാണ് ഈ ബോട്ട് മുന്നേ. അതേസമയം ഇങ്ങനെ സൈഡിലോട്ട് തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്ട് നീങ്ങുമോ? ഇല്ല. എന്താണ് കാര്യം? അതിൻ്റെ ഷേപ്പാണ്. ഫിഷിൻസിൻ്റെ ഷേപ്പ് കണ്ടോ? ഞാനിപ്പോൾ ബേർഡ്സിൻ്റെ പറഞ്ഞില്ലേ, ഈ ഷേപ്പിലാണ് ഈ ഫിഷസൊക്കെ ഉള്ളത്. അപ്പം അതുകൊണ്ട് എന്താണ്, ഇതിൻ്റെ വാട്ടർ ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് വാട്ടറിനകത്തൂടെ കുന്തം പോലെ തുളച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. And have you noticed that the shape of the boat is somewhat like fish? The head and tail of the fish are smaller than the middle portion of the body. The body tapers at both ends. This body shapes is called streamline. ഈ ബോഡി ഷേപ്പിനാണ് പറയുന്നത് എന്താ? സ്ട്രീം ലൈൻ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ അറ്റം 2 ഭാഗം കൂർത്തിരിക്കും, പക്ഷേ ബോഡി ഇച്ചിരി ബ്രോഡായിരിക്കും, ബോഡി ഭാഗം ബ്രോഡാണ്, പിന്നെ എൻഡ് ഇങ്ങനെ വരും, ഷോർട്ടായിട്ട് അല്ലെങ്കിൽ ഷാർപ്പായിട്ട് വരും. ഇതിനെയാണ് നമ്മൾ സ്ട്രീം ലൈൻ. ഈ സ്ട്രീം ലൈനാണ് നമ്മുടെ വിമാനത്തിൻ്റെയൊക്കെ ഷേപ്പ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, വിമാനത്തിൻ്റെ ഷേപ്പ് ഇതുപോലെ. അപ്പോൾ ഈ സ്ട്രീം ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇത് പെട്ടെന്ന് മുന്നോട്ട് നീങ്ങും. വിമാനത്തിന് ആ ഷേപ്പ് കൊടുത്തിരിക്കുന്നത് അതാണ്. എയർ കട്ട് ചെയ്ത് അത് പെട്ടെന്ന് മുന്നോട്ട് പോകും. ബേർഡ്സ് പറക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ സ്ട്രീം ലൈൻ ഷേപ്പിലാണ്. കാര്യം എന്താ, പെട്ടെന്ന് മുന്നോട്ട് പോകണം. അതിനാണ് അവർ ആ രീതിയിൽ പറക്കുന്നത്. The shape is such that the water can flow around it easily and allow the fish to move in the water. The skeleton of the fish is covered with strong muscles. During swimming, muscles make the front part of the body curve to one side and the tail part swings towards the opposite side. The fish form a curve as shown in the figure. Then quickly the body and the tail curve to the other side. This makes a jerk and pushes the body forward. A series of such jerks make the fish swim ahead. This is helped by the fins of the tail. നോക്കി, ഒരു ഫിഷിൻ്റെ മൂവ്മെൻറ്റ്, അതായത് ഈ ഭാഗം ഇങ്ങനെ ഈ കർവ് ഷേപ്പിൽ ആദ്യമാക്കും. പിന്നെ അന്നേരം ഇത് ഈ ടെയിലിൻ്റെ ഭാഗം ഓപ്പോസിറ്റ് സൈഡിൽ കർവഡ് ഷേപ്പിലാക്കി മാറ്റും. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, ഈ ബോഡി അടുത്ത ഭാഗം ഇങ്ങോട്ട്, മുകൾ ഭാഗം ഇങ്ങോട്ട്, ടെയിലിൻ്റെ ഭാഗം ഇങ്ങോട്ട്, അല്ല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഇത് മുന്നോട്ടൊന്ന് തള്ളും. ഇങ്ങനെ മുന്നോട്ട് തള്ളിയിട്ട് അത് ഈ ഏറ്റവും പുറവശത്തുള്ള ഈ ടെയിലുണ്ടല്ലോ, അതാണ് ഫിഷിനെ സഹായിക്കുന്നത്. ഇതിങ്ങനെ മുന്നോട്ട് തള്ളിയിട്ട് ഇത് മുന്നോട്ട് നീങ്ങി ഒരു പ്രത്യേക രീതിയിലാണ് അവർ സഞ്ചരിക്കുന്നത്. Fish also have other fins on their body made help to keep the balance of the body to keep directions. ഇനി അതുപോലെ അതിൻ്റെ ശരീരത്തിൻ്റെ സൈഡ് ഭാഗത്തുള്ള ഫിൻസ്, അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബോഡി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് ഏത് ഡിറക്ഷനിലോട്ട്, അപ്പോൾ ഡിറക്ഷനൊക്കെ ചേഞ്ച് ചെയ്താലും ബോഡി ബാലൻസ് ചെയ്യാൻ അത് സഹായിക്കുന്നു. Did you ever notice the underwater divers wear fin-like flippers on their feet? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഈ ഡൈവിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർ വലിയ ഫ്ലിപ്പേഴ്സ് ഉള്ള, ഇങ്ങനെ വലിയ വാലൊക്കെ ഉള്ള പോലെയുള്ള സ്യൂട്ടാണ് ഇടുന്നത്. അതിന് കാരണം അതാണ്, അവർക്ക് മുന്നോട്ട് ഇങ്ങനെ ജെർക്ക് ചെയ്ത് പോകാൻ പറ്റണം, അതിന് വേണ്ടിയിട്ടാണ്. ഹൗ ഡു സ്നേക്ക് മൂവ്? ഇനി എങ്ങനെയാണ് സ്നേക്ക് മൂവ് ചെയ്യുന്നതാണ്. സ്നേക്ക് ഹാവ് എ ലോങ് ബാക്ക് ബോൺ. ഒരു വലിയ ബാക്ക് ബോണാണ് സ്നേക്കിനുള്ളത്. ദേ ഹാവ് മെനി തിൻ മസിൽസ് ആൻഡ് ദേ ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ഈവൻ ദോ ദേ ആർ ഫാർ ഫ്രം അനദർ. മസിൽസ് ഓൾസോ ഇൻ്റർകണക്ട് ദ ബാക്ക് ബോൺ, റിബ് ആൻഡ് സ്കിൻ. ഇപ്പം നമ്മൾ പഠിച്ച ആനിമൽസിനെക്കാട്ടി വ്യത്യസ്തമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റും വ്യത്യസ്തമായ സ്ട്രക്ചറുമാണ് സ്നേക്കിനുള്ളത്. അതിന് ബാക്ക് ബോണുണ്ട്, അതുപോലെ തിൻ മസിൽസ് ആണുള്ളത്. മസിൽസ് കണക്ട് ചെയ്ത് ബാക്ക് ബോണിനെയും റിബ്സിനും സ്കിന്നും എല്ലാമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദ സ്നേക്സ് ബോഡി കേർവ്സ് ഇൻ ടു മെനി ലൂപ്സ്. അതുപോലെ സ്നേക്കിൻ്റെ ബോഡി ലൂപ്സ് ആയിട്ടാണ്. ലൂപ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതാണ് ലൂപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഈച്ച് ലൂപ്പ് ഓഫ് ദ സ്നേക്ക് ഗീവ്സ് ഇറ്റ് ആസ് എ ഫോർവേഡ് പുഷ് ടു പ്രസ്സിങ് അഗൈൻസ്റ്റ് ദ ഗ്രൗണ്ട്. ആൻഡ് സിൻസ് ഇറ്റ് ലോങ് ബോഡി മേക്സ് മെനി ലൂപ്സ് ആൻഡ് ഈച്ച് ലൂപ്പ് ഗീവ്സ് ഇറ്റ് ടു പുഷ് ദ സ്നേക്ക് മൂവ്സ് ഫോർവേഡ് വെരി ഫാസ്റ്റ് ആൻഡ് നോട്ട് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഈ ലൂപ്സാണ് ഇത് മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. ഈ ലൂപ്പ് ഇങ്ങനെ തള്ളിയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഈ ലൂപ്സ് ഇങ്ങനെ ആണ് ഇത് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഇതിനൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കാൻ പറ്റത്തില്ല. അത് കർവായിട്ടാണ്, വളഞ്ഞാണ് പോകുന്നത്. വി ഹാവ് ലേൺ അബൌട്ട് ദ യൂസ് ഓഫ് ദ ബോൺസ് ആൻഡ് മസിൽസ് ഫോർ മൂവ്മെൻറ്റ്സ് ഡിഫറെൻറ്റ് ആനിമൽസ്. പഹേലി ആൻഡ് ബോജോ ഹാവ് മെനി ക്വസ്റ്റ്യൻസ് ഇൻ ദെയർ സാക്സ് അബൌട്ട് ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്സ് ഓഫ് ആനിമൽസ്. നോക്കി, നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? പണ്ട് ഏൻഷ്യൻ്റ് ഗ്രീക്ക് ഫിലോസഫറായ അരിസ്റ്റോട്ടിൽ, അദ്ദേഹം ഗീറ്റ് ഓഫ് ആനിമൽസ്, അതായത് ആനിമൽസിൻ്റെ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അന്നേരം അദ്ദേഹം ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വൈ ഡു ഡിഫറെൻറ്റ് ആനിമൽസ് ഹാവ് ബോഡി പാർട്സ് ആൻഡ് ദേ ഡു ഹൗ ഡു ദീസ് ബോഡി പാർട്സ് ഹെൽപ്പ് ടു ആനിമൽസ് ടു മൂവ്? അതായത് എല്ലാ ആനിമൽസിനും ഒരേപോലത്തെ ബോഡി പാർട്സ് പോലെയായിരുന്നു. ഇതങ്ങനെയല്ല, ഓരോ ആനിമൽസിനും പലതരത്തിലുള്ള ബോഡി പാർട്സാണ്. ഓരോന്നും ജീവിക്കുന്ന സാഹചര്യങ്ങൾ വേറെയാണ്,
അവരുടെ ജീവിത ശൈലികൾ വേറെയാണ്. അപ്പോൾ അതെല്ലാം അതുകൊണ്ട് തന്നെ അതിൻ്റെ ശരീരഭാഗങ്ങളും അതിൻ്റെ മൂവ്മെൻറ്റ്സും എല്ലാം വേറെ ആയിരിക്കും. What are the similarities and differences in the body parts between different animals? How many body parts needed in different animals for moving from place to place? അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആനിമൽസിന് പല ആനിമൽസിനും പല ബോഡി പാർട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതെങ്ങനെയൊക്കെയാണ്? വൈ 2 legs of humans and 4 of cow and buffalo? ഇത് 2 കാലം മാത്രമേ ഉള്ളൂ നമുക്ക് അല്ലേ, പക്ഷേ കൗവിനും ബഫലോയ്ക്കുമൊക്കെ 4 കാലുണ്ട്. അപ്പോൾ ബേർഡ്സിന് 2 ചിറകുകളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഇതെല്ലാ ക്വസ്റ്റ്യൻസും. ലെസൺ നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. താങ്ക് യു.